Hi! Hello friends! Welcome to this story. അത്യാഗ്രഹം, ആപത്ത്. അത്യാഗ്രഹിയായ ഒരു കുറുക്കന്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ചക്കിപ്പൂച്ചയും കുറുക്കനും വലിയ കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവർ ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും നല്ല പായസത്തിന്റെ മണം വന്നത്. പായസത്തിനോടുള്ള കൊതി കാരണം കുറുക്കൻ പറഞ്ഞു, നമുക്ക് മോഷ്ടിച്ച് പായസം കുടിച്ചാലോ? ചക്കിപ്പൂച്ച പറഞ്ഞു, മോഷണം തെറ്റാണ്. ഇത് കേട്ട കുറുക്കൻ പറഞ്ഞു, ആ വീടിന്റെ അടുക്കള വശത്തൊരു ദ്വാരമുണ്ട്, അതുവഴി അകത്ത് കടന്നാൽ പായസം കുടിക്കാം. നീ ഇവിടെ തന്നെ ഇരുന്നോ? ചക്കിപ്പൂച്ച പറഞ്ഞു, അരുത് കുറുക്ക, മോഷ്ടിക്കുന്നത് തെറ്റാണ്. പൂച്ചയുടെ വാക്ക് കേൾക്കാതെ കുറുക്കൻ ആ ദ്വാരം വഴി എളുപ്പത്തിൽ വീടിനകത്തേക്ക് കടന്നു. പാത്രം നിറയെ പായസം കണ്ട കുറുക്കൻ അത്യാഗ്രഹം കൊണ്ട് പായസം മുഴുവൻ കുടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കുറുക്കന്റെ വയറ് പതിയെ വീർത്തു വരാൻ തുടങ്ങി. പക്ഷെ അത്യാഗ്രഹിയായതുകൊണ്ട് കുറുക്കൻ പായസം കുടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് മുത്തശ്ശിയുടെ ശബ്ദം കേട്ടത്. ആരടാ എന്റെ അടുക്കളയിൽ കയറിയത്? കുറുക്കനെ കണ്ട മുത്തശ്ശി ഉടനെ തന്നെ നാട്ടുകാരെയെല്ലാം വിളിച്ചുകൂട്ടി. അയ്യോ, ഓടി വരണേ, എന്റെ വീട്ടിൽ കള്ളൻ കേറിയേ. നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത കുറുക്കൻ താൻ വന്ന ദ്വാരത്തിലൂടെ തിരികെ പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു. ദ്വാരം വഴി രക്ഷപ്പെടാം. പക്ഷേ പായസം കുടിച്ച് ബലൂണ് പോലെ വീർത്ത വയറ് കാരണം ആ ദ്വാരം വഴി കുറുക്കന് പുറത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. പുറത്തേക്ക് വരാൻ കഴിയാതെ കുറുക്കൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. അപ്പോഴേക്കും മുത്തശ്ശിയും നാട്ടുകാരും വീട്ടിൽ കയറി മോഷ്ടിച്ചതിന് അവർ കുറുക്കനെ പൊതിരെ തല്ലി. ഒടുവിൽ കുറുക്കന് കാര്യം മനസ്സിലായി. ചക്കിപ്പൂച്ചേ, നീ പറഞ്ഞതാണ് ശരി, നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല, മോഷ്ടിക്കുന്നത് തെറ്റാണ്. അതുപോലെ അത്യാഗ്രഹവും പാടില്ല, അത്യാഗ്രഹം ആപത്താണ്. Thanks for watching. Like us.